പ്രിയമുള്ളവരെ, ഈ യാത്ര കനാത്തീർ എന്ന ഗ്രാമം അന്വേഷിച്ചാണ്. ഇബ്ര വിലായത്തിലെ ഈ ഗ്രാമത്തെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത് ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങിലൂടെയാണ്. ആ ന്യൂസ് പേപ്പറിൽ ആ ഗ്രാമത്തെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പഴയ സുൽത്താൻ കാബൂസ് ബിൻ സഈദ് റഹിമഹുല്ല ഒരുപാട് തവണ 4 തവണയോളം സന്ദർശിച്ച ഒരു ഗ്രാമമെന്നാണ്. ഇത് വായിച്ചപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായിരുന്നാലും അവിടെ സന്ദർശിക്കണമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഗ്രാമം തേടി പുറപ്പെടുന്നത്. ഒരുപാട് ട്രാവൽ വ്ളോഗുകളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചെങ്കിലും ഞങ്ങൾക്ക് ആ സ്ഥലത്തെക്കുറിച്ചുള്ളൊരു കൃത്യമായ ധാരണ കിട്ടിയില്ല. എങ്കിലും ഞങ്ങൾ ആ സ്ഥലത്തെ ലക്ഷ്യം വെച്ച് യാത്ര പുറപ്പെട്ടു. പക്ഷേ ഞങ്ങൾ ചെന്നെത്തിയത് ആ കനാത്തീർ എന്ന ഗ്രാമത്തിൻ്റെ തൊട്ടരികത്തുള്ള അൽ മൻസഫ എന്ന മറ്റൊരു ഗ്രാമത്തിലാണ്. സമയം ഏറെ വൈകിയതുകൊണ്ട് തന്നെ ആദ്യം ഇവിടെ കയറി പിന്നീട് അങ്ങോട്ട് യാത്രയാകാമെന്ന് വിചാരിച്ച് ആദ്യം ഈ അൽ മൻസഫയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഈ അൽ മൻസഫ കണ്ടു തീർന്നപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കനാത്തീറിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അവസാനം കനാത്തീർ എന്ന ഗ്രാമം കാണാതെയാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്, മറ്റൊരിക്കൽ കാണാമെന്ന പ്രതീക്ഷയോടെ. ഇനി ഈ ഗ്രാമത്തെക്കുറിച്ച് കഥ പറയാം. അതായത് ഈ അൽ മൻസഫ എന്ന ഒമാനിലെ ഏറെ ചരിത്രപരമായ ഒരു ഗ്രാമം. സുൽത്താനേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര ഗ്രാമങ്ങളായിട്ടാണ് ഈ അൽ മൻസഫ അറിയപ്പെടുന്നത്. ഈ ഗ്രാമം നിരവധി യാത്രികരെയും ചരിത്രകാരന്മാരെയും ആകർഷിച്ചിട്ടുണ്ട്. ഒമാനിയും മെസപ്പൊട്ടോമിയയും ചേർന്ന ആർക്കിടെക്ചറിൻ്റെ അപൂർവമായ കലാസമന്വയമാണ് ഈ കെട്ടിടങ്ങളിൽ കാണുന്നത്. ഈ ഗ്രാമത്തിലെ പഴയ കെട്ടിടങ്ങൾ കാലക്രമേണ നശിച്ചെങ്കിലും അവയുടെ തനിമകൾ മാഞ്ഞുപോയിട്ടില്ല. അവ ഇന്നും ഈ പ്രദേശത്തിൻ്റെ സമൃദ്ധമായ ചരിത്രത്തിൻ്റെ സാക്ഷികളായി നിലനിൽക്കുന്നു. ഈ പഴയ കെട്ടിടങ്ങൾ കഴിഞ്ഞാൽ അവരുടെ കൃഷിത്തോട്ടങ്ങളിലൂടെയാണ് ഈ ഗ്രാമത്തിൻ്റെ തുടക്കം. ഈ ചുട്ടുപൊള്ളുന്ന ചൂടിലും സമൃദ്ധമായ വെള്ളവും അതേപോലെ തന്നെ തഴച്ചു വളരുന്ന കൃഷിയും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഈ കൃഷിത്തോട്ടങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് നമ്മുടെയൊക്കെ നാടുകളിലെ പോലെയുള്ള ഒരു ഗ്രാമീണത അനുഭവപ്പെടും. വലിയ ഒച്ചപ്പാടുകളൊന്നുമില്ലാത്ത സ്വസ്ഥസുന്ദരമായ ഒരു സ്ഥലം. ഈ കോവിഡിന് ശേഷമാണ് ഈ സ്ഥലത്തെ പൈതൃക ടൂറിസം മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഒരു സാംസ്കാരിക കഫേ നിർമ്മിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ വളരെ മനോഹരമായൊരു കഫേ അവിടെയുണ്ട്. ഈ കഫേയുടെ ഉൾവശവും അതേപോലെ തന്നെ അതിൻ്റെ പുറത്ത് ഉള്ള ഭാഗങ്ങളൊക്കെ തന്നെ വളരെ മനോഹരമായ രൂപത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അതുപോലെ അവിടുന്ന് വേണ്ട ഒരു മാംഗോ പുഡിങ്ങും കൂടി വാങ്ങി. വീണ്ടും ഞങ്ങൾ ഈ ഗ്രാമം കാണാനായിട്ട് നടന്നിറങ്ങി. ഞങ്ങളുടെ ഈ നടക്കുന്നതിൻ്റെ പിന്നിൽ കാണുന്നത് പോലെ കുതിര സവാരി നടത്തിക്കൊണ്ട് വേണമെങ്കിൽ നമുക്കവിടെ ഗ്രാമം കാണാൻ പറ്റും. ഈ ചൂടുകാലത്തും വളരെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ കാണുന്ന വീടിൻ്റെ പേര് ബൈത്തു ദർവാസ. ഈ ബൈത്തു ദർവാസയുടെ മേൽനോട്ടക്കാരനും ടൂറിസ്റ്റ് ഗൈഡുമായിരുന്ന സാലിം അൽ ഹർത്തിയാണ് ഞങ്ങളെ വരവേറ്റത്. ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി. അതേപോലെ തന്നെ അവിടെ പ്രത്യേകമായിട്ട് ഞങ്ങളെ ഇരുത്തി ഞങ്ങൾക്കിതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോയി. സാലിം ഹർത്തിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം ഈ സ്ഥലത്തെക്കുറിച്ചും ആ നാടിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതുപോലെ അവർ തയ്യാറാക്കിയ ഈ ദർവാസ എന്ന് പറയുന്ന വീടിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് സത്യത്തിൽ സമയമില്ലായിരുന്നിട്ട് പോലും അദ്ദേഹം ഞങ്ങളെ ഇരുത്തി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷിൽ
ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. ബൈത്തു ദർവാസ എന്ന് പറയുന്നത് സത്യത്തിൽ ആ നാട്ടിലുണ്ടായിരുന്ന ഒരു പൗരപ്രമാണിയുടെ ഒരു വീടാണ്. അതാണ് പിന്നീട് ഇവർ മ്യൂസിയമാക്കി മാറ്റുന്നത്. ആ വീടിൻ്റെ മേൽക്കൂരയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തുള്ള 2-3 ഗ്രാമങ്ങൾ കാണാൻ പറ്റും. പഴയ കാലത്തിൻ്റെ പ്രതാപം നമുക്ക് ഈ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും കാണാൻ പറ്റും. മ്യൂസിയം ആക്കിയതുകൊണ്ട് തന്നെ ഒമാനിൻ്റെ ചരിത്രം നാണയങ്ങളായിട്ടും അതേപോലെ തന്നെ പഴയ കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന പല ഉപകരണങ്ങളായിട്ടൊക്കെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ തന്നെ വളരെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശദീകരണങ്ങളൊക്കെ തന്നെ അവരവിടെ വളരെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. 173 കിലോമീറ്റർ സഞ്ചരിച്ച് വന്നിട്ട് ഞങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ടത് ഈ ബൈത്തു ദർവാസയാണ് കേട്ടോ. പലപ്പോഴും പലർക്കും അധികമൊന്നും ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ചരിത്രത്തിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ബൈത്തു ദർവാസ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഓരോ യാത്രകളിലും നമ്മൾ ബാക്കി വെക്കേണ്ടത് നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ ചരിത്രം പഠിക്കാനും ആ സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പഠിക്കുന്നതോടൊപ്പം തന്നെ പഴയ കാലം കൂടി അറിയുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ ആ സ്ഥലം നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കുന്നത്. സാലിം അൽ ഹർത്തി വളരെ വിശദമായിട്ട് തന്നെ ആ നാടും ആ നാട്ടിലുണ്ടായിരുന്ന ഗ്രാമാന്തരീക്ഷവും ആ നാട്ടിലുണ്ടായിരുന്ന രാജാക്കന്മാരും അവരുണ്ടായിരുന്ന ഗവർണർമാരും ഒക്കെ ഉപയോഗിച്ചിരുന്ന അവരുടെ ജീവിത രീതിയെ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. പിന്നീട് ഞങ്ങൾ വീണ്ടും ആ ദർവാസയിൽ നിന്ന് ആ ഗ്രാമത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നടന്നുപോയി. ഞങ്ങൾ വിചാരിച്ചതിലും അധികം കാഴ്ചകൾ അവിടെ കാണാനുണ്ടായിരുന്നു. നിങ്ങൾ കാണുന്നില്ല ഈ ഒരു ബിൽഡിങ്, അത് കോട്ടകൾക്കിടയിലൂടെ നടന്നു പോകാൻ പറ്റിയ രൂപത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. പഴയ കാലത്ത് അവർ ഹോസ്പിറ്റലായി യൂസ് ചെയ്തിരുന്ന ഒരു ബിൽഡിങ്ങാണ് കാണുന്നത്. അതും ഇപ്പോൾ അവരവിടെ പൊളിഞ്ഞു വീഴാറായിട്ട് പോലും അവരവിടെ സംരക്ഷിച്ചിരിക്കുന്നു. ഈ ഗ്രാമത്തിൻ്റെ മറ്റൊരു കവാടമാണിത്. ആ കവാടം കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇപ്പോൾ താമസിക്കുന്ന ആൾക്കാരെയും അവരുടെ വീടുകളൊക്കെ കാണാൻ പറ്റും. ഈ 2 കുട്ടികൾ ഞങ്ങൾക്ക് ഗ്രാമത്തെക്കുറിച്ച് ചില ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇതൊക്കെ കണ്ടിറങ്ങുമ്പോഴേക്കും സമയം വളരെ വൈകിയിരുന്നു. ഏതായിരുന്നാലും കനാത്തീർ ലക്ഷ്യം വെച്ചു. പക്ഷേ അത് കാണാതെ കനാത്തീറിൻ്റെ തൊട്ടടുത്തുള്ള അൽ മൻസഫ വളരെ സുന്ദരമായി കണ്ടു. ഇനിയും കനാത്തീർ വരാം എന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ കാറിലേക്ക് കയറാൻ വേണ്ടി തിരിച്ച് നടക്കുമ്പോഴേക്ക് രാത്രി ആയതുകൊണ്ട് തന്നെ നേരത്തെ കണ്ട ആ കഫേയുടെ രാത്രി കാണുന്ന ഒരു ദൃശ്യമാണത്. അവിടെ അപ്പോഴേക്കും കുറേ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരു വിദേശിയെയും കാണാൻ കഴിഞ്ഞില്ല. മുഴുവനായിട്ട് അവിടെ ഒമാനികളായിരുന്നു ഉണ്ടായിരുന്നത്. ചരിത്രം താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഈ ഗ്രാമം സന്ദർശിക്കാം. ഇത് മാത്രമല്ല, അതിന് തൊട്ടരികത്തുള്ള കനാത്തീർ കാണാമെന്ന ഉദ്ദേശത്തോടെ ഞങ്ങൾ മസ്കറ്റിലേക്ക് തിരിച്ച് യാത്ര തുടങ്ങി.